നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമെന്ന് ഇ.പി. ജയരാജൻ. വേണ്ടത് സഹകരണം. ഇവ രാഷ്ട്രീയത്തിനപ്പുറം പൊതുപ്രശ്നമായി കാണണം. തെറ്റായ ധാരണ പരത്തരുതെന്നും ഇ.പി. ജയരാജൻ. പാതിവില തട്ടിപ്പിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ. 15-ന് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. പോലീസ് കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്നതായി ആരോപണം. ടി.പി. കേസിലെ പ്രതികൾക്ക് അധിക പരോൾ. പ്രതികരിച്ച് എം.വി. ജയരാജൻ. ചട്ടമനുസരിച്ച് മാത്രമേ ഒരാൾക്ക് പരോൾ നൽകുകയുള്ളൂ. കൂടുതൽ പരോൾ കിട്ടിയെങ്കിൽ അധിക നാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും എം.വി. ജയരാജൻ. വാർത്തകൾ വിശദമായി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവയെ കൊല്ലാൻ പാടില്ലെന്ന് കേന്ദ്ര നിയമം നിലവിലുണ്ട്. വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനാവില്ല. ഇത്തരം ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഭൂഷണമല്ലെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന് പകരം രാജിവെച്ച പ്രശ്നത്തിൽ ഇവിടെ ആന 2 പേരെ കുത്തിക്കൊന്നു. കഴിഞ്ഞ 16 മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള ഞാൻ ഏതാണ്ട് 190-190 ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊണ്ടുപോയിരിക്കുന്നത് ശരിയാണ്. ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നിരോധിക്കാൻ നിയമവ്യവസ്ഥ നടത്തുന്നുകൊണ്ടേ ചെയ്യും. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെന്റാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം, ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെന്റിന് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം. ആ നിയമമാണ് അവർ മാറ്റേണ്ടത്. ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം, അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമാണ്. എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച്, ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ ഒന്നുമല്ലത്. ഇതൊരു പൊതു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. കണ്ണൂർ ജില്ലയിലെ ക്വാറി, ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാകുന്ന വിലവർദ്ധനവിനെതിരെ ജില്ലയിലെ സർക്കാർ, സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കരാറുകാരുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായും ഒരു പ്രവൃത്തി വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ പരമാവധി റേറ്റ് കുറച്ചാൽ കോമ്പറ്റൻ്റാണ്. അപ്പോൾ പരമാവധി റേറ്റ് കുറക്കാനാണ് സ്വാഭാവികമായിട്ടും. എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ നിലവിലുള്ള വിലയാണ് നിങ്ങളുടെ കാൽക്കുലേഷനിൽ വരിക. 2023 വിലവർദ്ധനവ് ഉണ്ടായപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ സമരം നടന്നപ്പോൾ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളെ ഉൾപ്പെടുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു. എന്നാൽ ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഈ വർഷവും അടിക്കടി ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുകയാണ് ക്വാറി, ക്രഷർ ഉടമകൾ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 50% വിലവർദ്ധനയാണ് ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. തെറ്റായ രീതിയിൽ ഉൽപാദനം നടത്തിയതിന്റെ ഭാഗമായി വന്ന ഫൈൻ ഗുണഭോക്താക്കളുടെ മേലെ കെട്ടിവെക്കുകയാണ് ക്വാറി ഉടമകൾ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കരാറുകാരുടെ സംഘടനയായ KGCF, GCA, AGCF, പ്രൈവറ്റ് മേഖലയിലെ കരാറുകാരായ PBCA, സിമാക് തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മനോഹരൻ ടി അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ KK രാധാകൃഷ്ണൻ, PV കൃഷ്ണൻ, C മോഹനൻ, P മോഹനൻ, K രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 37ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. 15-ന് സംസ്ഥാന പ്രസിഡന്റ് KK ജോസ് പതാക ഉയർത്തും. തുടർന്ന് പ്രതിനിധി സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 37ാം സംസ്ഥാന സമ്മേളനമാണ് 15-16 തീയതികളിൽ 2 ദിവസങ്ങളിലായി കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ ചേരുന്നു. ഈ നമ്മുടെ സംഘടനയിൽ
56 വയസ്സ് മുതൽ 102 വയസ്സ് വരെയുള്ളവർ ഈ സംഘടനയിലെ അംഗങ്ങളാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഉള്ളവർ ഈ സംഘടനയുടെ കീഴിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൽ ഈ സമ്മേളനം ചേരുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അതോടൊപ്പം സംഘടനാ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനവും ഉണ്ടാവും. കാരണം രാജവാഴ്ചയ്ക്കും ജന്മിത്വത്തിനും എതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാട്ടങ്ങൾ നടന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സംഘടനാ അംഗങ്ങളിൽ എത്തിക്കുന്ന സന്ദേശം ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാനും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും സംഘടനയ്ക്ക് അതിൻ്റേതായ പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ള മുദ്രാവാക്യവും ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ KK ശൈലജ ടീച്ചർ MLA, KV സുമേഷ് MLA, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് P, IPS തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 16 രാവിലെ 10 മണിക്ക് സെമിനാറും ജനപ്രതിനിധി സംഗമവും സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ V ശിവദാസൻ MP അധ്യക്ഷത വഹിക്കും. ഭരണഘടനാ നിർമ്മിതിയും പ്രയോഗവും എന്ന വിഷയത്തെ അധികരിച്ച് മുൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ V കാർത്തികേയൻ സംസാരിക്കും. വൈകിട്ട് 3-ന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഡോക്ടർ V ശിവദാസൻ MP, TI മധുസൂദനൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബ്ബുമായി സഹകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജീവിതമാണ് ലഹരി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രതീഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ ക്യാമ്പയിൻ നടത്തുന്നതിനു വേണ്ടി കുട്ടികളെയും ബഹുജനങ്ങളെയും എല്ലാം ബോധവൽക്കരണം നടത്താനുള്ള ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുമ്പോഴാണ് ഈ പദ്ധതി എങ്ങനെയാണ്, ലഹരി വിരുദ്ധ ക്യാമ്പയിന് വെച്ച തുക എങ്ങനെ ചെലവഴിക്കണം എന്ന് വന്നപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് നാട്ടുകാരുടെ മുന്നിൽ പൊതുയോഗം വിളിച്ച് നാം 1 മണിക്കൂറോ 2 മണിക്കൂറോ ലഹരിക്കെതിരായി പ്രസംഗം നടത്തിയത് കൊണ്ടോ വലിയ ബോർഡ് വെച്ചത് കൊണ്ടോ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ വെച്ച നിർദ്ദേശം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളോട് ലഹരിക്കെതിരായി സംസാരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും വിദ്യാലയത്തിന്റെ ചുറ്റുവട്ടം ലഹരി മുക്തമാക്കിയാൽ, നമ്മുടെ വിദ്യാലയങ്ങൾ ലഹരിക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ നാളത്തെ ഒരു തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. വാർഡ് മെമ്പർ P ജിതിൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KV മനോജ് സ്വാഗതം പറഞ്ഞു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KP ഷീബ ലഹരി മുക്ത ക്ലാസ് എടുത്തു. വിമുക്തി ക്ലബ് കോർഡിനേറ്റർ KM രജിത, ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി VC മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമെന്ന് EP ജയരാജൻ. വേണ്ടത് സഹകരണം. ഇവ രാഷ്ട്രീയത്തിനപ്പുറം പൊതുപ്രശ്നമായി കാണണം. തെറ്റായ ധാരണ പരത്തരുതെന്നും EP ജയരാജൻ. പാതിവില തട്ടിപ്പിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ. 15-ന് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. പോലീസ് കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്നതായി ആരോപണം. EP കേസിലെ പ്രതികൾക്ക് അധിക പരോൾ. പ്രതികരിച്ച് MV ജയരാജൻ. ചട്ടം അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് പരോൾ നൽകുകയുള്ളൂ. കൂടുതൽ പരോൾ കിട്ടിയെങ്കിൽ അധിക നാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും MV ജയരാജൻ.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പാതിവില തട്ടിപ്പിനിരയായവർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് 15-ന് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റിൽ അവർ നമുക്ക് ഒരു മാനസിക പരിഗണന വരെ തന്നിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. നമ്മൾ ഇത്രയും സ്ത്രീകൾ ഈ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ്, നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് അവർ മറന്നു പോവുകയാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല, നമ്മുടെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെങ്ങനെ ഇതിൽ പെട്ടുപോയി, ബുദ്ധിയില്ലേ, വിവരമില്ലേ? ബുദ്ധിയും വിവരവും മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ എലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല. അവർ ഇങ്ങനെ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താ പറയുക, ക്യാൻവാസ് ചെയ്യും. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് പറ്റിക്കപ്പെട്ടത് 1-2 സ്ത്രീകളല്ല, കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ ഈ ബുദ്ധിയില്ലാന്നും പൊട്ടന്മാരാണെന്നും പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളും മറ്റ് സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് 15-ന് രാവിലെ 10 മണിക്കാണ് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. വിവിധ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തട്ടിപ്പിന് ഇരയായവർക്കൊപ്പം പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും. സീഡ് തട്ടിപ്പ് കേസിൽ പോലീസ് തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണെന്ന് ഇരകളായവർ ആരോപിച്ചു. സീഡ് ജില്ലാ കോർഡിനേറ്റർ മോഹനനും പ്രൊമോട്ടർമാർക്കെതിരെയും തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ മോഹനൻ കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സീഡ് നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത അഴീക്കോട് MLA KV സുമേഷും പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇരകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് നിയമസഹായം നൽകി കോൺഗ്രസ് പാർട്ടി മാത്രമാണ് നിലനിൽക്കുന്നത്. തട്ടിപ്പിന് ഇരയായവരിൽ വിവിധ പാർട്ടി വിശ്വാസികളുമുണ്ട്. പ്രൊമോട്ടറായ രാജാമണി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണ്. പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേരും പണം നൽകിയത്. അഴീക്കോട്ടെ പ്രൊമോട്ടറിൽ ഒരാളായ സക്കീന ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും 2000 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. പാതിവിലേക്ക് വണ്ടി വാങ്ങിത്തരുന്നതല്ലേ എന്ന ന്യായമാണ് ഇവർ ഉന്നയിച്ചത്. തങ്ങളുടെ പരാതികൾ കേൾക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോ കണ്ണൂർ കലക്ടറോ തയ്യാറായില്ല. തട്ടിപ്പുകാരിൽ നിന്നും പണം തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിനിരയായവർ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞേരം പറഞ്ഞു, എന്നാൽ നിങ്ങളെ പൈസ തരാം, 15 ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഫോം എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോം എഴുതി കൊടുത്തു. ജനസേവയിൽ പോയിട്ട് അവരെ കൊണ്ട് പൂരിപ്പിച്ചിട്ട് ഞാൻ അവരെ ഈ സക്കീന എന്ന് പറയുന്ന കുട്ടീൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ട് ഈ സക്കീന എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, പ്രേമച്ചി മോഹന സാർ നിങ്ങളെ സംസാരിക്കണം പോലും. ഞാൻ ചോദിച്ചാൽ എന്തേന്ന് വെച്ച്, അത് 15 ദിവസം കൊണ്ട് വണ്ടി കിട്ടൂല, നിങ്ങളെ ഫോമും കാര്യം പൈസ ഇല്ലാതെ രജിസ്റ്റർ ചെയ്തു, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ജനുവരി 3-ന് വണ്ടി കിട്ടും, വണ്ടി വാങ്ങിക്കോ, അതല്ലേ നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ വണ്ടി തന്നേന്ന് പറഞ്ഞു. അത് ജനുവരി 3 കഴിഞ്ഞു, 29 കഴിഞ്ഞു. അതിന് എത്രയോ മാസം മുമ്പേ അയാൾ എന്നോട് പറഞ്ഞു സ്റ്റേഡിയം ബുക്ക് ചെയ്തിട്ടുണ്ട്, 40 ലക്ഷത്തിനാണ് സ്റ്റേഡിയം ബുക്ക് ചെയ്തത്. അയാൾ വായി തുറന്നാൽ കളവ് മാത്രമേ പറയുള്ളൂ. പക്ഷേ അയാൾ ഈ കളവ് പറയുന്നതും പറ്റിക്കുന്നതല്ല, നമ്മളെപ്പോലത്തെ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റി ഒരു വണ്ടി കിട്ടുമല്ലോ എന്ന് ചൊല്ലി മാത്രം കൊടുത്തു പോയത് അവനെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കൂല. ഇതൊരു ഭയങ്കര ദ്രോഹമാണ് അവർ ചെയ്തത്. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ് നമ്മൾ ഈ ചതിച്ചത്. വാർത്താ സമ്മേളനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ തട്ടിപ്പിനിരയായ AP നഫീല, ഇപ്രിസ, അനില തമ്പുരാൻ കണ്ടി, T പ്രേമജ എന്നിവരും പങ്കെടുത്തു. CRPF പെൻഷനേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും പുൽവാമയിൽ വീരമൃത്യു വരിച്ച CRPF ജവാന്മാരുടെ അനുസ്മരണവും 12-ന് ഞായറാഴ്ച നടക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി റൂറൽ SP അനൂജ് പാലിവൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി ഗോപിനാഥൻ MK വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ CRPFൻ്റെ വിരമിച്ച ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, CRPF റിട്ടയറീസിൻ്റെ CRPF പെൻഷനേഴ്സ് ഫോറം. അപ്പോൾ ഏകദേശം 1100ഓളം CRPF മെമ്പർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂർ, വയനാട്, കാസർഗോഡ് 3 ജില്ലകളിലും ചേർന്നിട്ടാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അപ്പം എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ ഈ ആനുവൽ മീറ്റിങ്ങും കുടുംബസംഗമവും ഒക്കെ നടത്തുന്നത്. ഈ വർഷം 16-ാം തീയതി വെച്ച് നടത്താനുള്ള തീരുമാനമാണ്. ഇപ്പോൾ 16-ാം തീയതി കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്
ധർമ്മശാലയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് പുൽവാമയിൽ വെച്ച് മരണപ്പെട്ട വീരമൃത്യു വരിച്ച CRPF 40 ജവാന്മാരുടെ സ്മരണ പുതുക്കലും ആക്ച്വലി അത് 14-ാം തീയതിയാണ്. 14-ാം തീയതി ഫ്രൈഡേ ആയതിൻ്റെ പേരിൽ ഞങ്ങളത് 16-ാം തീയതി നടത്തുകയാണ്. നാളെ യുദ്ധസ്മാരകത്തിലും ഈ പുൽവാമ കമ്മമറേഷൻ ഡേ നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് CRPFിലെ പെരിങ്ങോത്തുള്ള സർവീസിലുള്ളവരും വിരമിച്ചവരും ഒക്കെ ചേർന്നിട്ട് നാളെ യുദ്ധസ്മാരകത്തിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തും. അതുകൂടാതെ ഞങ്ങൾ 16-ാം തീയതി ഓഡിറ്റോറിയത്തിൽ വെച്ചും പുഷ്പാർച്ചന നടത്തുന്നതാണ്. വിരമിച്ച അർദ്ധസൈനിക വിഭാഗക്കാരെ എക്സ് ആർമഡ് ഫോഴ്സ് പേഴ്സണലായി അംഗീകരിക്കുക, സൈനിക വിഭാഗത്തിന് തുല്യമായ വേതനവും ആനുകൂല്യങ്ങളും അർദ്ധസൈനിക വിമുക്ത ഭടന്മാർക്ക് നൽകുക, സൈനികരുടെ CSD ക്യാന്റീന് തുല്യമായ എല്ലാ ക്യാന്റീൻ സൗകര്യങ്ങളും അർദ്ധസൈനിക വിഭാഗക്കാർക്കും നൽകുക, CRPF ലിക്കർ ക്യാന്റീൻ മുഖേന നൽകുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ സ്റ്റേറ്റ് ടാക്സ് ഒഴിവാക്കുക, CGHSന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും ആരംഭിക്കുക, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ CGHSM പാനൽ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടും. മറ്റ് സംസ്ഥാനങ്ങളിൽ അർദ്ധസൈനിക ബോർഡ് നിലവിലുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമേ ഇല്ലാതുള്ളൂവെന്നും ഗോപിനാഥൻ പറഞ്ഞു. പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ PT, ട്രഷറർ വിശ്വനാഥൻ, K സോണിയ, ദിവാകരൻ P എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ സമരം ഉദ്ഘാടനം ചെയ്തു. കള്ളുചെത്ത് വ്യവസായവും തൊഴിലും സംരക്ഷിക്കുക, അനധികൃത മദ്യവിൽപ്പന കർശനമായി തടയുക, ഷാപ്പുകളുടെ ലേല വ്യവസ്ഥകൾ ലഘൂകരിക്കുക, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കേരളത്തിലൊക്കെ തടച്ചുകൂട്ടപ്പെട്ടപ്പോ ആ ഷാപ്പ് ഇല്ലാതായപ്പോ മദ്യം ഉപയോഗിച്ച് ശീലമുള്ളവർ അവർ ലഹരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റു വഴികൾ തേടി. ആ വഴികളുടെ ഫലമായിട്ടാണ് കേരളത്തിനകത്ത് നൂറുകണക്കിന് കേന്ദ്രത്തിനകത്ത് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പട്ടണത്തിനകത്ത് മാത്രമല്ല, ബസ് സ്റ്റാൻഡുകളിൽ മാത്രമല്ല, ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പരിസരത്ത് മാത്രമല്ല, നമ്മുടെ ഗ്രാമത്തിനകത്ത് പോലും നിരവധി കേന്ദ്രത്തിനകത്താണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വള്ളൂരിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്, മാഹിയിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഷോറൂമുകളിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട്, വില കുറഞ്ഞ മദ്യം വാങ്ങിയിട്ട് ആ മദ്യം കൊണ്ടുവന്നിട്ട് കുറച്ചായി വിറ്റിട്ട് അതിലൂടെ പണം സമ്പാദിക്കാൻ, ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ നാട്ടിനകത്ത് ചെറു സംഘങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുകയാണ്. ആ ചെറു സംഘങ്ങൾ നമ്മുടെ നാട്ടിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV രവീന്ദ്രൻ, K ഗിരീഷ് കുമാർ, K സന്തോഷ്, VV രമേശൻ, ഉമാനന്ദ് K തുടങ്ങിയവർ സംസാരിച്ചു. RMB നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ വാരിക്കോരി പരോൾ അനുവദിച്ചെന്ന ആരോപണത്തിന് മറുപടിയുമായി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് നിയമാനുസൃത പരോൾ മാത്രമാണ്. ജയിൽ ചട്ടം അനുവദിച്ച് മാത്രമേ ഒരാൾക്ക് പരോൾ ലഭിക്കൂ. TP കേസിലെ പ്രതികൾക്ക് കൂടുതൽ പരോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ ഒന്നും പേടിയില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കേണ്ടെന്നും ജയരാജൻ പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ജയിൽ ചട്ടം ലംഘിച്ച് പരോൾ ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ തടവുകാരൻ കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനായിരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കാ പേടിയും? ഇത് വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്ക് കെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് അങ്ങ് പറഞ്ഞാൽ പേടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമോ? എന്ത് പേടി? തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടേ? ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആളാരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അക്കാലത്ത്. അതുകൊണ്ട് പരോളിലൊന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നിയമാനുസൃതമായിട്ടുള്ള കാര്യം, നിയമം അനുസരിച്ചുള്ള പരോളല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആൾ പോലും തെറ്റ് ചെയ്തപ്പോൾ പിടിച്ച് ജയിലിലിട്ട ഒരു സർക്കാരല്ലേ. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതാണ്. നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജൻ ആപത്ത് എന്നല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ ജയരാജനും VD സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാടേ സർക്കാരിനുണ്ട്.
ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത് മുതൽ കേസിലെ 3 പ്രതികൾക്ക് 1000 ദിവസത്തിലേറെ പരോൾ അനുവദിച്ചെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു. 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികം പരോൾ നൽകിയെന്നും നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. ഇരുവൃക്കകളും തകരാറിലായ യുവതി കനിവ് തേടുന്നു. മണൽ കിസാൻ റോഡിൽ താമസിക്കുന്ന മഹേന്ദ്രന്റെ ഭാര്യ ജേഷ്മ മഹേന്ദ്രനാണ് 2 വൃക്കകളിലും തകരാറിലായതിനെ തുടർന്ന് 5 വർഷമായി ചികിത്സയിൽ കഴിയുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വൃക്ക മാറ്റിവെച്ചാൽ പൂർണ്ണമായും ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത്. ഇതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനകം 10 ലക്ഷത്തോളം രൂപ ചികിത്സക്കായി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കിഡ്നി മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കും 35 ലക്ഷം രൂപ ചിലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ചികിത്സക്കായി ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കേരള ഗ്രാമീൺ ബാങ്കിൽ ശ്രീപുരം ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എ മോഹനും സെക്രട്ടറി കെ പി ശ്രീജയും ചേർന്ന് രക്ഷാധികാരികളായി കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ്, കൗൺസിലർ കെ സീത, കെ പി റാഷിദ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഖജാൻജി പി വിനോദ് കുമാർ തുടങ്ങിയവരാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ നഗരത്തിലെ ശ്രീ സ്വാമി മഠത്തിൽ യോഗീശ്വര മഹാസമാധി വാർഷികാഘോഷത്തിന് സമാപനം. ഇന്നലെ രാത്രി പ്രകാശൻ പാർട്ടിയുടെ നാദസ്വര കച്ചേരി നടന്നു. ദീപാരാധനക്കും ചുറ്റുവിളക്കിനും ശേഷമാണ് ഉത്സവം സമാപിച്ചത്. ഇന്ന് മഹാസമാധി ദിനത്തിൽ ഗുരുസമാധിയിൽ പാൽ, ഇളനീർ, പനിനീർ എന്നിവ കൊണ്ടുള്ള അഭിഷേകവും മഹാഗുരു പൂജയും നടന്നു. ചാലാട് മണൽ നാരായണീയം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. ഉച്ചയ്ക്ക് സമൂഹ സദ്യ ഉണ്ടായി. വൈകുന്നേരം പ്രത്യേക ദീപാരാധനയ്ക്കും ചുറ്റുവിളക്കിന് ശേഷം ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷം സമാപിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ ഖര ദ്രവ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. PVN ഇൻഡസ്ട്രീസ്, ES കാറ്ററിംഗ്സ് എന്നീ 2 സ്ഥാപനങ്ങൾക്കായി 10,000 രൂപ വീതമാണ് പിഴ ചുമത്തിയത്. മാലിന്യങ്ങൾ ഉടൻ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. PVN ഇൻഡസ്ട്രീസിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു വരുന്നതായും മലിനജലം തുറസായി ഒഴുക്കിവിടുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. സ്ഥാപനത്തിന്റെ പരിസര പ്രദേശത്ത് ചാക്കുകളിലായി നിരവധി മാലിന്യങ്ങൾ കാലങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയും ഈ മാലിന്യങ്ങൾ കാടുമൂടിയ നിലയിലും കണ്ടെത്തി. മാലിന്യങ്ങൾ ഉടൻ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. സ്ക്വാഡ് ES കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിന്റെ പാചകപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ നിന്നുള്ള മലിനജലം മുഴുവനായി സമീപ പ്രദേശത്ത് ഒഴുക്കിവിടുന്നതായും പ്രദേശത്ത് കെട്ടിക്കിടന്നു ദുർഗന്ധം പരത്തുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. പച്ചക്കറി മാലിന്യങ്ങൾ സമീപ പ്രദേശത്ത് തള്ളിയതായും സ്ക്വാഡ് കണ്ടെത്തി. സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തുകയും ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ എൽന ജോസഫ്, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അബ്ദുൽ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമെന്ന് EP ജയരാജൻ. വേണ്ടത് സഹകരണം. ഇവ രാഷ്ട്രീയത്തിനപ്പുറം പൊതുപ്രശ്നമായി കാണണം. തെറ്റായ ധാരണ പരത്തരുതെന്നും EP ജയരാജൻ. പാതിവില തട്ടിപ്പിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ. 15-ന് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. പോലീസ് കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്നതായി ആരോപണം. EP കേസിലെ പ്രതികൾക്ക് അധിക പരോൾ. പ്രതികരിച്ച് MV ജയരാജൻ. ചട്ടം അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് പരോൾ നൽകുകയുള്ളൂ. കൂടുതൽ പരോൾ കിട്ടിയെങ്കിൽ അധിക നാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും MV ജയരാജൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.